Hello friends, welcome to my channel. ഇന്നത്തെ റെസിപ്പി വീഡിയോയുടെ മുന്നേ ആയിട്ട് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. എൻ്റെ മാമി വാങ്ങിച്ച പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, ചെരുപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 360 രൂപയാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ചെരുപ്പ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും 800 അതിന് മേലെ എന്തായാലും ഉണ്ടായിരിക്കും. ഞാനങ്ങനെ ഹീൽസ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ മാമി ഒന്ന് വാങ്ങിച്ചപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുത്തതാണ്. ഇന്നത്തെ റെസിപ്പി കപ്പ വെച്ച് ഒരു പുഡിംഗ് ആണ്. അതിനായിട്ട് ഒരു പൂളക്കിഴങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു കപ്പയുടെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ച കപ്പ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം. ഈ സ്റ്റെപ്പ് നമ്മൾ മറക്കരുത് കേട്ടോ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇങ്ങനെ ചെയ്താലേ നമ്മുടെ പുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇത്രയും കപ്പ ഗ്രേറ്റ് ചെയ്തതാണ് നമ്മൾ പുഡിങ്ങിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് ചൈന ഗ്രാസ്, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ മിൽക്ക് മെയ്ഡ്, 2 പാക്കറ്റ് പാല് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ ഒന്ന് മെൽട്ടായിട്ടുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പകുതി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം.
ഈ സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കപ്പ ഏകദേശം ഒരു 1/4 വേവായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചൈന ഗ്രാസ് ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന കപ്പയായതിനാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചൈന ഗ്രാസ് നമുക്കൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്നതിനോട് കൂടി തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ അതിനു പകരം ജലാറ്റിന് അതുപോലെ തന്നെ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ കപ്പ ചേർത്ത പോലെ നമുക്ക് കപ്പയ്ക്ക് പകരം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്തിട്ടും ഇതേപോലെ തന്നെ പുഡിംഗ് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് താഴെ വെച്ചാൽ മതി. സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് കഴിച്ചവർക്ക് അറിയുന്നുണ്ടാവും, കഴിച്ചാലും മതിയാവാത്തൊരു പുഡിങ്ങാണിത്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണിത്. പുഡിങ് സെറ്റായി കഴിഞ്ഞാൽ നട്ട്സോ അല്ലെങ്കിൽ ചെറിയൊക്കെ വെച്ചിട്ട് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായിട്ട് ഞാൻ ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.